ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന തിരുവെഴുത്ത് മനസ്സിൽ കർത്താവിൻ്റെ കരങ്ങളിൽ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തിൻ്റെ ശുദ്ധിയാൽ ഞങ്ങളുടെ അന്തരംഗങ്ങളെ ശുദ്ധീകരിക്കണമേ. ഈ തിരുവചന ശ്രവണത്തിലൂടെ അങ്ങയിലുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും ആഴതലങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ കനിവുണ്ടാകണമേ. ആമേൻ. നമുക്ക് ഇന്ന് ധ്യാന വിഷയമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ എടുക്കാം. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമ്യ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. 15-ാമത്തെ വചനം ശ്രദ്ധേയമാണ്. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. യേശു ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ആഗ്രഹത്തോടുകൂടെ തൻ്റെ ശിഷ്യരോട് അവൻ ചോദിച്ചു. മറുപടി നമ്മൾ ഇവിടെ കേട്ടു. അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനാന്ന് പറയുന്നു, ചിലർ ഏലിയാന്ന് പറയുന്നു, ചിലർ ജെറമ്യ എന്ന് പറയുന്നു. ഇങ്ങനെ പലരും യേശുവിനെക്കുറിച്ച് പറഞ്ഞു കേട്ട അഭിപ്രായങ്ങളാണ് ശിഷ്യർ യേശുവിനോട് പറഞ്ഞത്. പക്ഷേ യേശു ഒന്ന് ആഗ്രഹിച്ചിരുന്നു, താൻ കൂട്ടത്തിൽ കൊണ്ടു നടന്ന ശിഷ്യർ ജനങ്ങൾ പറയുന്നത് പോലെ ആയിരിക്കില്ല തന്നെക്കുറിച്ച് പറയുന്നത്. യേശു ആരാണെന്ന് ഉള്ള മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ഈ തിരുവചനത്തിൽ കേൾക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധേയമാണ്. ഇവരെല്ലാം മരിച്ചുപോയവരെ കുറിച്ചാണ് ഇവിടെ അവർ പരാമർശിച്ചത്. സ്നാപക യോഹന്നാൻ, ഏലിയ, ജെറമ്യ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നൊക്കെയാണ്. എന്നാൽ ഈ ഒരു ഉത്തരത്തിൽ യേശു സംതൃപ്തനായില്ല. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ തിരയുന്നത് എന്തിന്? തിരുവചനത്തിലേക്ക് പോകുമ്പോൾ 15-ാമത്തെ വചനത്തിൻ്റെ ആ ഒരു തീവ്രത നമുക്ക് കാണാം. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ജനം പറയുന്നത് പോലെ അല്ലായിരിക്കണം എൻ്റെ കൂട്ടത്തിൽ നടക്കുന്ന ശിഷ്യർ പറയുന്നത്. യേശു അത് അറിയാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ കൂട്ടത്തിലാണ് എന്ന് പറയുന്ന എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈശോ ആഗ്രഹിക്കാൻ കൊതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിനക്ക് ആരാ? ഞാൻ നിനക്ക് ആരാ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവരെന്തും പറയട്ടെ, മറ്റുള്ളവർ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല നിൻ്റെ വിചാരം. പക്ഷേ നിൻ്റെ അനുഭവത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാണ്? എന്ത് സ്ഥാനമാണ് എനിക്കുള്ളത്? ഈശോ അതറിയാനായിട്ട് ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം ഇന്ന് ഈശോ നമ്മളോട് ചോദിച്ചാൽ നമുക്കെന്താണ് ആൻസർ ചെയ്യാനായിട്ടുള്ളത്? ഈശോ നിനക്കാരാ? ഈശോ നിനക്കാരാ? അവൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു? എന്താണ് നിനക്ക് അവനെക്കുറിച്ചുള്ള അഭിപ്രായം? ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ യേശുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാ. വാതോരാതെ ഇങ്ങനെ ഈശോയെക്കുറിച്ച് പറഞ്ഞ് അവസാനം എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, യേശു ക്രിസ്തു ആരാന്ന് സിസ്റ്റർ അറിയുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയാം യേശു ക്രിസ്തു ആരാന്ന് എനിക്കറിയാം. സിസ്റ്ററെ, എനിക്ക് യേശു ക്രിസ്തു ആരാന്ന് സിസ്റ്റർ അറിയാവോ? ഞാൻ പറഞ്ഞു, അതെനിക്കറിഞ്ഞുകൂടാ. സഹോദരൻ പറയാണ്, യേശു ക്രിസ്തു ഞാനിന്നെന്താണോ അതാണ് എൻ്റെ യേശു. അത്രയും പറഞ്ഞു. അദ്ദേഹം അടുത്ത ആളുടെ അടുത്തേക്ക് ഈ വചനം കണ്ട് ഓടി നടക്കുകയാണ്.
മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉത്തരം ഈശോയ്ക്ക് കിട്ടണമെന്ന് ആശയമുള്ളത് കൊണ്ടാണ് ഈശോ ശിഷ്യരോട് ചോദിച്ചത്. മറ്റു പലരും പറയുന്നത് പോലെ ആയിരിക്കില്ല എൻ്റെ കൂടെ നടക്കുന്ന ഇവർ പറയുന്നത്. അതുകൊണ്ട് ഈശോ ചോദിച്ചു. അവിടെ എല്ലാവർക്കും വേണ്ടി ആൻസർ ചെയ്യുന്നത് പത്രോസ്ലീഹയാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. 16-ാമത്തെ വചനം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതൊരു ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തലാണ്. ഈശോ ആരാണെന്നുള്ള ചോദ്യത്തിന് ഭയങ്കരമായ ഒരു വെളിപ്പെടുത്തൽ. ഒരു പക്ഷേ ഈശോ ആഗ്രഹിച്ചിരുന്നതിലും ഉപരിയായ ഒരു ഉത്തരമായിരിക്കാം ശിമയോനിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടിയത്. ഈശോ ഉടനെ അവിടെ അതിന് മറുപടി പറയും നമ്മൾ കാണുകയാണ്. യേശു അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. പത്രോസിന് കർത്താവ് ഒരു അഭിനന്ദനം അങ്ങോട്ട് കൊടുത്തു. ഓ പത്രോസേ, നീ എത്ര വലിയ കാര്യമാണ് പറഞ്ഞത്, നീ എത്ര വലിയ കാര്യമാണ് പറഞ്ഞത്, മിടുക്കൻ എന്ന് പറഞ്ഞ് ഈശോ ഒരു അഭിനന്ദനമൊക്കെ പത്രോസ്ലീഹായ്ക്ക് കൊടുത്തു. അപ്പോൾ അവന് വലിയ സന്തോഷമായി, ചിലർക്കെല്ലാം വലിയ സന്തോഷമായി. അത് കഴിഞ്ഞ് ഉടനെ ഈശോ പറഞ്ഞൊരു കാര്യമുണ്ട്. ശിമയോനെ, പത്രോസേ, നീ ഇത് നിൻ്റെ സ്വന്തം കഴിവ് കൊണ്ടോ നിൻ്റെ ബുദ്ധി കൊണ്ടോ ഒന്നും പറഞ്ഞതല്ല. ഇതൊന്നും എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഈശോ പറയുക, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തു ആരാണെന്ന് പിതാവായ ദൈവം ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആരാണിവൻ, ആരാണിവൻ? നമ്മൾ പലരും നമ്മളോട് ചോദിക്കില്ലേ, ആരാ നമ്മുടെ അപ്പച്ചൻ, ആരാണ് അമ്മ, ആരാണ് സഹോദരി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ അപ്പച്ചനെ കുറിച്ച് ഒരാൾ ചോദിക്കുക, സിസ്റ്ററിൻ്റെ അപ്പച്ചനെ എനിക്കറിയാം, ഞാൻ അടയാളങ്ങൾ പറയട്ടെ, ആരാന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ അവർ പറയും, വണ്ണമുള്ള, വെളുത്തിട്ട് പൊക്കമുള്ള, താടിയുള്ള, മുടിയുള്ള, അങ്ങനെ ഒരാളല്ലേ സിസ്റ്ററിൻ്റെ അപ്പച്ചൻ എന്ന് ജനം ചോദിക്കും. അവർ അടയാളം പറയുകയാണ്, ആരാണെൻ്റെ അപ്പൻ, ആരാണെൻ്റെ അപ്പച്ചൻ, അവർക്കറിയാം ആരാണെന്ന്. അവരങ്ങനെ ആയിരിക്കും നമ്മളോട് ചിലപ്പം ഉദാഹരിച്ച് കേൾപ്പിക്കുന്നത്. ഈശോ ചോദിച്ചു, അത് ആരാന്നാ, ഞാൻ ആരാന്നാ നിങ്ങൾ പറയുന്നത്, ഞാൻ ആരാന്നാ നിങ്ങൾ പറയുന്നത്? പ്രിയമക്കളെ, നമ്മളെക്കുറിച്ചൊക്കെ വീട്ടിൻ്റെ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ ഒരു ശുശ്രൂഷയുടെ സാഹചര്യത്തിൽ കൂട്ടുകാരോട്, അതല്ലെങ്കിൽ ജീവിത പങ്കാളിയോട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ്. ഞാൻ ആരാ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ ആരാ ഞാൻ? ചേട്ടൻ പലത് പറയും. ഓ, നിന്നെപ്പോലെ ഒരു ദേഷ്യക്കാരി, അല്ലെങ്കിൽ നിന്നെപ്പോലെ സ്നേഹമുള്ള ഒരു ഭാര്യ, അല്ല നിന്നെപ്പോലെ അടുക്കും ചിട്ടയുള്ളവൾ, നീയാണ് എന്ന് പറയും. അതല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ഭാര്യയെ, നിൻ്റെ അഭിപ്രായത്തിൽ ആരാ ഞാൻ? ഭാര്യ പറയുന്നു, ചേട്ടൻ നല്ലൊരു മനുഷ്യനാണ്. ഓ, എൻ്റെ ചേട്ടൻ മദ്യപാനിയായ ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ കുടുംബം നോക്കാത്ത ഒരാളാണ്, എൻ്റെ ചേട്ടൻ മക്കളുടെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത ആളാണ്. ഇത് വളരെ നല്ലതാണ് കൂടെ ഒന്ന് ചോദിക്കുന്നത്, ഞാൻ ആരാന്ന് നിൻ്റെ അഭിപ്രായം. ഒരു പക്ഷേ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം ആയിരിക്കുകയില്ല, മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം. നമ്മുടെ ചിന്തയിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മുടെ വീക്ഷണത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ വളരെ നല്ലവരായിരിക്കും, നമ്മുടെ ഇടപെടലുകളും വളരെ നല്ലതായിരിക്കും. പക്ഷേ മറ്റൊരാളോട് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല അവർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരാണെന്ന് കണ്ടെത്തുമ്പോഴാണ് നമ്മളുടെ ഇല്ലായ്മയും നിസ്സാരതയും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക. യേശു താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശു വാസ്തവത്തിൽ അത്രയും കാലത്തെ യേശുവിൻ്റെ പ്രവർത്തനത്തെ ഈശോ ഒന്ന് ചോദിച്ച് അറിയുകയായിരുന്നു ശിഷ്യന്മാരോട്. അത്രയും കാലം 3 വർഷക്കാലം കൂടുതൽ കൊണ്ടു നടന്നതല്ലേ, അവരെങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം ശിഷ്യന്മാർ കണ്ടിട്ടുണ്ട്. യേശു ഉപമകളിലൂടെ ജനക്കൂട്ടത്തോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ശിഷ്യരത് കേട്ടിട്ടുണ്ട്. യേശു ഒരുപാട് രോഗശാന്തികൾ നൽകിയിട്ടുണ്ട്, ശിഷ്യരതിനൊക്കെ സാക്ഷികളാണ്.
അവർക്കതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ അറിയുകയും ചെയ്യാം. എൻ്റെ കൂട്ടത്തിൽ നടന്ന് എൻ്റെ കൂടെയായിരുന്ന് നടക്കുന്ന ഈ ശിഷ്യർ എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്? പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് ആശിക്കുന്നുണ്ട്. കർത്താവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ഞാൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും യേശുവിനെക്കുറിച്ച് മറ്റൊരാളോട് പറയുക? എൻ്റെ അഭിപ്രായം എന്തായിരിക്കും? ഞാൻ എന്താണ് യേശുവിൽ കണ്ടത്? ഞാൻ എന്താണ് യേശുവിൽ കേട്ടത്? ഞാൻ എങ്ങനെയാണ് യേശുവിനെ മനസ്സിലാക്കിയത്? എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു ആരാണ്? കഴിഞ്ഞ ദിവസം ഒരു രോഗിക്ക് വേണ്ടി സിസ്റ്റർ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഏതാണ്ട് 90ഓളം വയസ്സുള്ളൊരു അമ്മച്ചിയാണ്. മരണവായു വലിച്ച് കിടക്കുകയാണ്. അപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതാണ്. 5 മക്കളുണ്ട് അമ്മച്ചിക്ക്. അവിടെ ചെന്നതേ മൂത്ത മകൻ പറഞ്ഞു, സിസ്റ്ററെ, അമ്മച്ചിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അമ്മ കുറേ നാളായി ഈ രോഗപീഠകളൊക്കെ സഹിച്ച് കഷ്ടപ്പെടുകയാണ്. നല്ല ഒരു മരണം എൻ്റെ അമ്മയ്ക്ക് കിട്ടാൻ പ്രാർത്ഥിക്കണം. മക്കളെല്ലാവരും അങ്ങനെ പറഞ്ഞു. മക്കളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അമ്മച്ചിക്ക് വേണ്ടി ഏറെ നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കരണക്കൊന്ത എല്ലി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് അമ്മച്ചിയുടെ മുറിയിൽ നിന്ന് തിണ്ണയിലിരുന്നിച്ചിട്ട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇളയ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, യേശു 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 എന്ന് 24 മണിക്കൂറും എൻ്റെ അമ്മയുടെ അധരത്തിലുണ്ടായിരുന്ന ഒരു വാക്കാണത്. സിസ്റ്ററെ, അത് കേട്ടാൽ ഞാൻ കുഞ്ഞിലേ തൊട്ട് വളർന്നു വന്നത്. കുഞ്ഞിലേ തൊട്ട് അമ്മച്ചിക്ക് സംസാരിക്കാൻ പറ്റുന്ന നിമിഷങ്ങളിൽ വരെയും, ഈ രോഗാവസ്ഥയിൽ കിടക്കുന്നോടം വരെയും, അതായത് ഈ കഴിഞ്ഞ ആഴ്ച വരെയും അമ്മയുടെ അധരത്തിൽ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, യേശു 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 എന്ന്. എന്നിട്ട് എന്നോട് ചോദിക്കുക, സിസ്റ്ററെ, യേശു എൻ്റെ അമ്മച്ചിക്ക് അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് നല്ലൊരു മരണം കൊടുക്കാതിരിക്കുമോ? നല്ലൊരു മരണം കൊടുക്കാതിരിക്കുമോ? അപ്പം ഞാൻ ചോദിച്ചു, മോളെ, നിൻ്റെ അമ്മച്ചിക്ക്, ഈ കിടക്കുന്ന അമ്മച്ചിക്ക് യേശു ആരായിരുന്നു? മോക്കെന്താ ബോധ്യപ്പെട്ടത്? എന്താണ് ഇന്ന് വരെയുള്ള അമ്മച്ചി നിന്നെ വളർത്തിയത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടതെന്താ? മറ്റു സഹോദരങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ ആ മോള് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, യേശു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എല്ലാമായിരുന്നു. എനിക്കതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. യേശു ആരായിരുന്നു? എൻ്റെ അമ്മയ്ക്ക് എല്ലാമായിരുന്നു. ഞങ്ങളുടെ മക്കളെ, ഈ സഹോദരന്മാരെ, എന്നെയൊക്കെ വളർത്തിയത് അങ്ങനെയൊക്കെ തന്നെയാണ്. യേശു അമ്മയ്ക്ക് എല്ലാമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് യേശു എങ്ങനെയാണ്? ഞങ്ങൾക്കും അങ്ങനെ എല്ലാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തു അമ്മച്ചിക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സമാധാനപൂർണ്ണമായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. പ്രിയ സഹോദരി സഹോദരന്മാരെ, രോഗീലേപനം സ്വീകരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച്, നല്ല കുമ്പസാരമൊക്കെ നടത്തി, കുറേ നാൾ രോഗപീഠകളൊക്കെ സഹിച്ച് ഏറ്റുവാങ്ങി ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോന്നു. ആ രാത്രി തന്നെ 11 മണിയോടുകൂടെ അമ്മച്ചിയുടെ ആത്മാവ് ദൈവതൃക്കരങ്ങളിലേക്ക് പറന്നുയർന്നു. യേശുക്രിസ്തു ആരാണ് എന്ന് തൻ്റെ മക്കളുടെ മുൻപിൽ നല്ല ഒരു ചിത്രം തൻ്റെ ജീവിതം കൊണ്ട്, 90 വയസ്സ് പ്രായമുള്ള തൻ്റെ ജീവിതം കൊണ്ട് അമ്മ ഈ 5 മക്കൾക്കും വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. യേശുക്രിസ്തു ആരാ? അവർക്കറിയാം ആരാണ് യേശുക്രിസ്തു, എന്താണ് യേശുവിന് ഞങ്ങളുടെ കുടുംബത്തിലുള്ള സ്ഥാനം, എന്താണ് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൽ യേശുവിനുള്ള സ്ഥാനം. കൃത്യവും വ്യക്തവുമായിട്ട് അവർക്കറിയാം, വ്യക്തവുമായിട്ടറിയാം. അവരുടെ വീട്ടിലെ മൂത്ത മകൻ്റെ ഒരു കൊച്ചു മന്ദബുദ്ധിയായ ഒരു കുഞ്ഞാണ്. അപ്പോൾ ആ കുഞ്ഞും ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഈ മകൻ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് പറയുക, സിസ്റ്ററെ, ദൈവം ഞങ്ങൾക്ക് അറിഞ്ഞു തന്ന ഒരു മോനാണ് കേട്ടോ, ദൈവം ഞങ്ങൾക്ക് അറിഞ്ഞു തന്ന ഒരു മോനാണ് കേട്ടോ. എന്നിട്ട് ഒരു വാക്യം കൂടെ ആ സഹോദരൻ കൂട്ടിച്ചേർത്തു, യേശു ക്രിസ്തു, യേശു അറിഞ്ഞു തന്ന മോനായതുകൊണ്ട് മറ്റ് 2 പിള്ളേരേക്കാൾ ഉപരി ഞങ്ങൾ കൂടുതൽ ഈ മകനെ സ്നേഹിക്കുന്നു. കാരണം ഒരു പ്രത്യേക സമ്മാനമായി യേശു ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതാണ്. ഈ കിടക്കുന്ന അമ്മച്ചിക്ക് ഇവനോടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹം. മക്കളിൽ ഏറ്റവും അധികം അമ്മ സ്നേഹിച്ചത് ഇവനെയായിരുന്നു. ആ കുറവുണ്ടായിരുന്നത് കൊണ്ട് യേശു കൊടുത്ത പ്രത്യേക സമ്മാനമാണെന്ന് അറിയാമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുക്രിസ്തു ആരാന്ന് അറിയത്തില്ലാത്ത ഒരാൾക്ക്, യേശുക്രിസ്തു എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരാൾക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടായി, ഭാരമായി, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളായി അവരുടെ ഉള്ളിൽ കിടന്ന് ഓടുകയും അവരെ അതിൽ നിന്ന് തളർത്തുകയും ചെയ്യും. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് തന്നെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 1:5 നമ്മൾ കാണുന്നുണ്ട്, യേശുവിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു.
അവനിലുള്ള ജീവൻ അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ അന്ധകാരത്തിലായിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ യേശുക്രിസ്തുവാകുന്ന ഈ വലിയ ഒരു വെളിച്ചം നമ്മളെ സഹായിക്കുകയാണ്. അപ്പോൾ ഈ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ വലിയ വെളിപ്പെടുത്തൽ പത്രോസ്ലീഹായ്ക്ക്. ഈ ഒരു വെളിപ്പെടുത്തൽ പത്രോസ്ലീഹായ്ക്ക് കിട്ടിയത് കൊണ്ട് തന്നെ യേശു പത്രോസിനോട് പറയുകയാണ്, നീ പാറയാണ്, നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതാണ് അവിടുത്തെ വചനം. നീ പാറയായതുകൊണ്ട് എൻ്റെ സഭ, യേശുക്രിസ്തുവിൻ്റെ സഭ, പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മുടെ ആരുടെയല്ല, അത് യേശുക്രിസ്തുവിൻ്റെ സഭയാണ്. അതാ പത്രോസിനോട് പറഞ്ഞത്, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. യേശുക്രിസ്തുവിൻ്റെ സഭ, കൂട്ടായ്മയുടെ സഭ, സ്നേഹത്തിൻ്റെ ഐക്യം, പരസ്പര സമാധാനത്തിൻ്റെ ഐക്യം. യേശുക്രിസ്തു ഈ സഭയെ ശിമിയോനിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പം യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എല്ലാമാണെന്ന് പറയുമ്പോൾ യേശു നമ്മളിൽ ജീവിക്കാനായിട്ട് നമ്മളിലൂടെ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഒരു കടമയാണ് യേശുവിനെ ഈ ലോകത്തിന് നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അപ്പം വെളിപ്പെടുത്തി ലോകത്തിന് കൊടുക്കണമെങ്കിൽ വെളിപാട് നമുക്ക് കിട്ടണം. പത്രോസ്ലീഹായ്ക്ക് ഈ വലിയ സ്വർഗീയ വെളിപാട് വെളിപ്പെടുത്തി കൊടുത്തത് പിതാവായ ദൈവമാണ്. മാംസവും അല്ല, രക്തവും അല്ല, അവൻ്റെ സ്വന്തം അഭിപ്രായവും ആയിരുന്നില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു. അപ്പോൾ ഈ വലിയ വെളിപ്പെടുത്തലുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ ലോകത്ത് കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരായിത്തീരുകയാണ്. ഞാനൊരു സ്ഥലത്ത് ധ്യാനിക്കാനായിപ്പോയി. അവിടെ ചെന്നപ്പോൾ ഒരു അൽമായ സഹോദരൻ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആ പ്രസംഗത്തിൻ്റെ ഇടയിൽ ആ പ്രസംഗകൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാൻ യേശുവിനെ കണ്ടെത്തിയത് അക്രൈസ്തവനായ ഒരു സഹോദരൻ്റെ വിശ്വാസം നിറഞ്ഞ ഒരു വാക്കിൽ നിന്നാണ്. ക്രൈസ്തവനായ ഈ സഹോദരൻ പ്രസംഗിക്കുകയാണ്, ഞാൻ യേശുക്രിസ്തുവിനെ കൃത്യമായും വ്യക്തമായും അറിഞ്ഞത് അക്രൈസ്തവനായ ഒരു സഹോദരൻ്റെ ഒരു വാക്കിൽ നിന്നാണ്. എന്നിട്ട് ഈ സഹോദരന് അതിൻ്റെ ബാക്കി പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ അക്രൈസ്തവനായിരുന്നു, കത്തോലിക്ക സ്കൂളിലാണ് പഠിച്ചത്, കൂട്ടുകാരെല്ലാം കത്തോലിക്കരായിരുന്നു. അങ്ങനെ ആ സ്കൂളിനോടനുബന്ധിച്ചുള്ള ദേവാലയത്തിൽ ഉച്ചയ്ക്ക് ഇവർ കൂട്ടുകാർ കൂടി പോയി പ്രാർത്ഥിക്കുമായിരുന്നു. കൂട്ടുകാരൊക്കെ വെക്കുന്ന പോലെ ഇവനും പിതാവിനും പുത്രനും ഒക്കെ വെക്കും. എന്നാന്നൊന്നും പ്രത്യേകം അറിയത്തില്ല. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഇവനോട് പറഞ്ഞു, നീ ഒന്ന് നോക്കിക്കേടാ, ആ യേശുക്രിസ്തു എത്ര കഷ്ടപ്പെട്ടാ കുരിശിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അക്രൈസ്തവനായ കൂട്ടുകാരൻ ക്രിസ്ത്യാനിയായ കൂട്ടുകാരനോട് ചോദിച്ചു, എന്താടാ യേശുക്രിസ്തു ഇത്ര സഹിച്ചത്? അപ്പോൾ പറഞ്ഞു, എല്ലാവരും കൂടി അവനെ വകവരുത്തി, എന്നിട്ടും യേശുക്രിസ്തു അതെല്ലാം സഹിച്ചു. നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് നിൻ്റെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പം പ്രയാസം ഉണ്ടാകും, നീ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്ക്, ഇതിനെല്ലാം ജയിച്ച് യേശുക്രിസ്തു നിന്നെ സഹായിക്കും. അപ്പം ഈ സഹോദരൻ്റെ അമ്മ വലിവ് രോഗമുള്ള ഒരമ്മയാണ്. കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുക. അപ്പോൾ അതിനോട് ആ കുരിശുരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി ഈ അക്രൈസ്തവ സഹോദരൻ കൂട്ടുകാരൻ പറഞ്ഞനുസരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, കുരിശിൽ കിടക്കുന്ന യേശുവേ, എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടലുള്ള രോഗമുണ്ട്, അങ്ങനെല്ലാം സഹിച്ചതുപോലെ എൻ്റെ അമ്മയ്ക്ക് അതെല്ലാം സഹിക്കാനുള്ള ആ ശക്തി കൊടുക്കണേ എന്നവൻ പറഞ്ഞു പ്രാർത്ഥിച്ചു. കൂട്ടുകാരൻ്റെ ആ ഒരു ഇതാണ്. പ്രാർത്ഥിച്ചിട്ട് അന്ന് സ്കൂളിൽ വിട്ടാൽ വീട്ടിൽ ചെന്നു. അമ്മ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ വലിച്ച് കിടക്കുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അപ്പോൾ ഇവന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിന്ന് അമ്മയ്ക്ക് വേണ്ടി പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ പള്ളിയിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചോ? അത് അമ്മയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്, യേശുക്രിസ്തുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യേശുക്രിസ്തു എല്ലാം സഹിച്ചെന്ന് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതുകൊണ്ട് അമ്മയ്ക്ക് ഇത് സഹിക്കാനുള്ള ശക്തി യേശുക്രിസ്തു തരും. ഈ സഹോദരൻ പറഞ്ഞു, അത് അങ്ങ് പറയുകയും ആ അമ്മച്ചിയിലേക്ക്, കട്ടിലിൽ ഇങ്ങനെ ശ്വാസം വലിച്ച് കിടന്ന അമ്മച്ചിയിലേക്ക് ഒരു ശക്തി കടന്നു ചെന്നു. ആ സഹോദരൻ പറയാൻ, ഉടനെ തന്നെ അമ്മ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു.
എഴുന്നേറ്റിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഈ സഹോദരന് യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയ ഒരനുഭവം. എന്നിട്ട് ഈ വചനപ്രഘോഷകൻ പറയാണ്, വിശ്വാസത്തോടുകൂടി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ അവനായിരിക്കും നിൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനെന്ന് ഈ അക്രൈസ്തവൻ പറഞ്ഞതുകൊണ്ടാണ് ഈ കത്തോലിക്കനായ ഇവൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. യേശുക്രിസ്തുവൻ ആരായിരുന്നു? യേശുക്രിസ്തുവൻ ആരായിരുന്നു? യേശുക്രിസ്തു ഇന്ന് എനിക്കാരാണ്? അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുക്രിസ്തു എനിക്ക് ആരാണെന്ന് അനുഭവം ഉണ്ടെങ്കിൽ ആ അനുഭവം ഞാൻ മറ്റുള്ളവരിലേക്ക് കൈമാറും. അതിലൂടെ അനേകർ യേശുവിലേക്ക് കടന്നു വരാൻ ഈ അനുഭവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൃപയിലേക്കാണ് നമ്മൾ വളരേണ്ടത്. യേശു പറയുന്നു, ഈ ഒരു അനുഭവം പത്രോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത പിതാവായ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾക്ക് കിട്ടണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 34-ാമത്തെ തിരുവചനത്തിൽ പീലാത്തോസിൻ്റെ മുൻപിൽ യേശുക്രിസ്തു നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ യൂതന്മാരുടെ രാജാവാണോ? ആരാ? ആ പീലാത്തോസിൻ്റെ അർത്ഥത്തിൽ ആരാ യേശു? അവൻ ചോദിച്ചു, നീ യൂതന്മാരുടെ രാജാവാണോ? അപ്പോൾ രാജാവാണെന്ന് ചോദിച്ചപ്പം യേശു ഒരു ചോദ്യം ചോദിച്ചു, നീ അത് സ്വന്തം പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ട് ചോദിക്കുന്നതോ ഞാൻ ആരാന്ന്? മറ്റുള്ളവർ പറഞ്ഞുള്ള കേൾവിയാണോ നിനക്കുള്ളത്? എന്താ അതെയോ നീ തന്നെ ചോദിക്കുന്നതാണോ? അപ്പം യേശുക്രിസ്തു ആരാണ് എനിക്ക്? യേശുക്രിസ്തു ആരാണ് എനിക്ക്? എൻ്റെ ജീവിതം കൊണ്ട് അവൻ എന്താണ് ഈ ലോകത്തിൽ എനിക്ക് യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്താനായിട്ടുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ യേശുക്രിസ്തു ആരാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. പത്രോസിനെ പോലെ ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ. സ്വർഗീയ പിതാവ് അതിനു വേണ്ട ആ വലിയ വെളിപ്പെടുത്തലുകൾ നമുക്ക് തരട്ടെ. ഈശോ അങ്ങനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കട്ടെ. നമ്മുടെ ഈ കർമ്മം കൊണ്ട്, നമ്മുടെ ഈ പ്രവൃത്തികൾ കൊണ്ട് ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോ ആശീർവദിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ യേശു ക്രിസ്തുവേ, പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ശിഷ്യനെന്ന നിലയിൽ, ശിഷ്യയെന്ന നിലയിൽ അങ്ങ് ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങ് ആരാണ് എന്ന്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് ഏറ്റുപറയാൻ തക്കവിധം എൻ്റെ ജീവിതത്തെ അവിടുന്ന് പൊൻകരങ്ങളിലെടുത്ത് ആശീർവദിച്ചാലും, ഈശോയെ, എൻ്റെ ജീവിതം കൊണ്ട് അങ്ങയെ ഈ ലോകത്ത് വെളിപ്പെടുത്തുവാൻ എന്നെ ശക്തിപ്പെടുത്തിയാലും അനുഗ്രഹിച്ചാലും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.